ഹലോ, എല്ലാവർക്കും നമസ്കാരം. സോ ഇന്ന് നമ്മൾ നമ്മുടെ ബി എ ഇഗ്നോയുടെ BA സോഷ്യോളജിയിലെ തന്നെ എൻവയോൺമെന്റൽ സോഷ്യോളജി എന്ന് പറയുന്ന ഈ ഒരു മെയിൻ പേപ്പറിന്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. BA സോഷ്യോളജി പഠിക്കുന്ന എല്ലാവർക്കും ഫിഫ്ത്ത് സെമ്മി വരുന്ന ഒരു മെയിൻ കോഴ്സാണ്, അല്ലെങ്കിൽ ഒരു കോഴ്സ് പേപ്പറാണ് BSOE 143 എൻവയോൺമെന്റൽ സോഷ്യോളജി എന്ന് പറയുന്നത്. സോ ഇന്നത്തെ നമ്മൾ ഈ വീഡിയോയും കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേപ്പറിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ തരിക എന്നുള്ളതാണ്. സോ ഞാൻ ആദ്യം എന്നെ തന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് റോഷൻ എന്നാണ്. അപ്പോൾ ഇനിയും മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ ഈ എൻവയോൺമെന്റൽ സോഷ്യോളജി എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ നമ്മളായിരിക്കും തമ്മിൽ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. അത് ആദ്യം തന്നെ ഞാൻ പറയുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ പർപ്പസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇൻട്രൊഡക്ഷൻ തരിക എന്നുള്ളതാണ്. അല്ലേ, നമ്മളിപ്പോൾ ഈ ഒരു എൻവയോൺമെന്റൽ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു പേപ്പർ നിങ്ങളെ പരിചയപ്പെടുത്തുക. അതുപോലെ തന്നെ മെയിനായിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ ഒരു കോഴ്സിനകത്ത് ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്, അതുപോലെ തന്നെ ഈ ഒരു പേപ്പറിനെ എത്ര പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, എത്ര യൂണിറ്റുകൾ നമുക്കുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും. ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഈ ഒരു സിലബസ് നമ്മൾ ഫുൾ ഒന്ന് നോക്കി പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാൻ വേണ്ടി, നിങ്ങളെല്ലാം സിലബസ് നോക്കുന്നവരാണെന്ന് എനിക്കറിയാം. എങ്കിൽ കൂടിയും നമ്മൾ ആ സിലബസിലൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ളൊരു കാര്യത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് നേരെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ആദ്യമായിട്ട് തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് മെയിൻ എൻവയോൺമെന്റൽ സോഷ്യോളജി, അതായത് സോഷ്യോളജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിലപ്പം ഒരു ബേസിക് അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള, അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാവുന്നവരായിരിക്കാം, അറിയാതെ മേലാത്തവരായിരിക്കാം. അറിയാൻ മേലാത്തവരാണെങ്കിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ അറിയുന്നു. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്താ ഈ എൻവയോൺമെന്റൽ സോഷ്യോളജി, അല്ലെ? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ പേര് പോലെ തന്നെ, അതായത് മെയിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എൻവയോൺമെന്റിനെയും സോഷ്യോളജി എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിനെയും കൂടി ചേർത്ത് നിർത്തിയിരിക്കുന്നു, അല്ലെ അതിനെ രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഭാഗം മാത്രമാണ് എന്ത്, ഈ ഒരു എൻവയോൺമെന്റൽ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു പേപ്പർ. അത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന ഒരു പേപ്പറാണ്. നമുക്ക് എൻവയോൺമെന്റിനെയും സോഷ്യോളജി ഇതിനെ രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്ത് ഈ ഒരു പേപ്പർ പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഈ പേപ്പറിനകത്ത് മെയിൻ ആയിട്ട് 4 ബ്ലോക്കുകളായിട്ടാണ് നമ്മുടെ യൂണിറ്റുകളെ തിരിച്ചിരിക്കുന്നത്. നമുക്ക് മൊത്തം 13 യൂണിറ്റുകളാണ് വരുന്നത്. ആ 13 യൂണിറ്റുകളെ എത്രയാണ്, അതായത് നമുക്ക് ടോട്ടലായിട്ട് 13 യൂണിറ്റുകളാണ് വരുന്നത്. ആ 13 യൂണിറ്റുകളെ മെയിനായിട്ട് 4 ബ്ലോക്കുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 4 ബ്ലോക്കുകളിൽ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് എൻവിഷനിങ് എൻവയോൺമെന്റൽ സോഷ്യോളജി എന്നുള്ളതാണ്. സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് അപ്രോച്ചസ് ആണ്. ബ്ലോക്ക് 3 എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ് എന്നുള്ളതാണ്. പിന്നെ ബ്ലോക്ക് 4 എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ. അപ്പൊ ഈ ഒരു 4 ഹെഡിങ്ങുകളുടെ ബേസിസിൽ, അല്ലെങ്കിൽ ഈ ഒരു 4 ടോപ്പിക്കുകളുടെ ബേസിസിലാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റുകളെ ഡിഫറെന്റ് പാർട്സ് ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു പേപ്പർ തിരിച്ചിരിക്കുന്നത് 4 ബ്ലോക്കുകളായിട്ട് തിരിച്ചിരിക്കുന്നത് ഈ ഒരു 4 മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, മെയിൻ ടോപ്പിക്കിന്റെ ബേസിസിലായിരിക്കും. അതായത് ഒന്നെന്ന് പറയുന്നത് എന്താണ്, എൻവിഷനിങ് എൻവയോൺമെന്റൽ സോഷ്യോളജി എന്നുള്ളതാണ്. അതായത് എൻവയോൺമെന്റൽ സോഷ്യോളജി എന്ന് പറയുന്ന ആ ഒരു പേപ്പർ, അല്ലെങ്കിൽ ആ ഒരു ബ്രാഞ്ച് ഉദ്ദേശിക്കുന്ന എന്താണ്, അതിനെ കുറിച്ചിട്ടുള്ള കുറെ ഡീറ്റെയിലുകളാണ് നമ്മൾ ബ്ലോക്ക് 1 കാണുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് 2 അപ്രോച്ചസുകളാണ്. അതായത് എൻവയോൺമെന്റൽ സോഷ്യോളജി എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ബ്രാഞ്ചിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കാണുന്നതായിട്ടുള്ള വിവിധ തരത്തിലുള്ള അപ്രോച്ചസുകളാണ് നമ്മൾ ബ്ലോക്ക് 2 ഉടനീളം കാണുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് 3 വരുന്നതെന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ് എന്നുള്ളതാണ്. അല്ലെ, നമുക്കറിയാം എൻവയോൺമെന്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ്, അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ളതായിട്ടുള്ള ഇഷ്യൂസും അതുപോലെ തന്നെ അതിനായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കൺസേൺസും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടാണ് എന്ത്, ബ്ലോക്ക് 3 എന്ന് പറയുന്നത്. ബ്ലോക്ക് 4 എന്ന് പറയുന്നത് എന്താണ്, എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ ആണ്. അല്ലെ, എൻവയോൺമെന്റിനെ അല്ലെങ്കിൽ പ്രകൃതിയായിട്ട് അല്ലെങ്കിൽ പാരിസ്ഥിതിക സംരക്ഷണത്തെ ബേസ് ചെയ്തുകൊണ്ട് എന്താണ് പലതരത്തിലുള്ള മൂവ്മെന്റുകളും കാര്യങ്ങളും ഇതിനായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഇന്ത്യയിൽ നടന്നിട്ടുള്ള മൂവ്മെന്റ്സിനെ എല്ലാം കൂടി ബേസ് ചെയ്തിട്ടാണ് എന്ത്,
ഈ ബ്ലോക്ക് 4 എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് 4 ബ്ലോക്കുകൾ, നമ്മൾ 4 ബ്ലോക്കുകളായിട്ട് യൂണിറ്റുകളെ തിരിച്ചിരിക്കുന്ന ഈ ഒരു പേപ്പറിൽ. അപ്പൊ നമുക്ക് ഓരോന്നും നോക്കാം. ബ്ലോക്ക് 1 എന്ന് പറയുന്നത് എൻവിഷനിങ് എൻവയറമെന്റൽ സോഷ്യോളജി എന്നുള്ളതാണ്. അതിനകത്ത് 3 യൂണിറ്റുകളാണ് നമുക്ക് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് എൻവയറമെന്റൽ സോഷ്യോളജി നേച്ചർ ആൻഡ് സ്കോപ്പ് എന്നുള്ളതാണ്. രണ്ടെന്ന് പറയുന്നത് യൂണിറ്റ് 2 റിയലിസ്റ്റ് കൺസ്ട്രക്ഷനിസ്റ്റ് ഡിബേറ്റ് എന്നുള്ളതാണ്. യൂണിറ്റ് 3 എന്ന് പറയുന്നത് കീ കോൺസെപ്റ്റുകളാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ 3 യൂണിറ്റുകളും വായിക്കുമ്പോൾ തന്നെ ഏകദേശം അറിയാം എന്താണ്. ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എൻവയറമെന്റൽ സോഷ്യോളജിയുടെ നേച്ചറും സ്കോപ്പും ആയിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് യൂണിറ്റിൽ റിയലിസ്റ്റ് കൺസ്ട്രക്ഷനിസ്റ്റ് ഡിബേറ്റ്, പിന്നെ യൂണിറ്റ് 3 കോൺസെപ്റ്റുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഇച്ചിരി കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് യൂണിറ്റ് 1 മെയിൻ ആയിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂണിറ്റ് 1 നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നതായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള സബ് ഹെഡിങ്ങുകളെയാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. യൂണിറ്റ് 1 എന്ന് പറയുന്നത് എൻവയറമെന്റൽ സോഷ്യോളജി, അതിന്റെ നേച്ചറും സ്കോപ്പും. എൻവയറമെന്റൽ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ അതിന്റെ നേച്ചർ എന്താണ്, അതുകൊണ്ടുള്ള സ്കോപ്പുകൾ എന്താണ്, എന്തിലേക്കൊക്കെയാണ് അത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് യൂണിറ്റ് 1 കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ യൂണിറ്റ് 1 അതിനകത്ത് എൻവയറമെന്റൽ സോഷ്യോളജിയുടെ എമർജൻസ്, അതുപോലെ തന്നെ സൊസൈറ്റിയെ കുറിച്ചിട്ടുള്ള കോൺസെപ്റ്റുകൾ, സൊസൈറ്റിയും എൻവയറമെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിനായിട്ട് ബന്ധപ്പെടുത്തി നിൽക്കുന്ന കോൺസെപ്റ്റുകൾ, കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ എൻവയറമെന്റൽ പ്രെഡിക്കമെന്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് എന്തായിരിക്കും, എൻവയറമെന്റിലെ ഓരോരോ ദുരന്താവസ്ഥകൾ, അല്ലെങ്കിൽ എൻവയറമെന്റ് ഫേസ് ചെയ്യുന്നതായിട്ടുള്ള ഓരോ ദുരവസ്ഥകൾ, അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഫസ്റ്റ് യൂണിറ്റിൽ കാണുന്നത്. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ റെസ്പോൺസ് എന്നുള്ളതാണ്. സൊസൈറ്റിയുടെ റെസ്പോൺസ് അല്ലേ, നമ്മൾ ഈ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു കാര്യം, സൊസൈറ്റിയിൽ അല്ലെങ്കിൽ എൻവയറമെന്റ് എന്ന് പറയുന്നത് എൻവയറമെന്റ് സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്, കണക്റ്റഡ് ആണ് അല്ലേ. അപ്പം ഈ എൻവയറമെന്റ് നടക്കുന്ന ഓരോ കാര്യങ്ങളും, അതുപോലെ തന്നെ ആര് നമ്മളും ബാധകമാണ്, അല്ലെങ്കിൽ നമ്മളുടെയും കൂടി കൺസേൺ ആണ് അതായത് എൻവയറമെന്റിൽ നടക്കുന്നതായിട്ടുള്ള ഓരോ പ്രോബ്ലംസിനും നമ്മളും കൂടി കൺസേൺ ആണ് അല്ലേ. അതിനെ നമ്മൾ എങ്ങനെ കൺസേൺ ചെയ്യണം, അതിനെയായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കൺസേൺ, അതിനോടുള്ള നമ്മുടെ റെസ്പോൺസ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ ഒരു യൂണിറ്റ് 1 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇനി യൂണിറ്റ് 2 പോകുമ്പോഴത്തേക്കിനും റിയലിസ്റ്റ് കൺസ്ട്രക്ഷനിസ്റ്റ് ഡിബേറ്റ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്കറിയാം, ഓൾറെഡി ഇപ്പോൾ സോഷ്യോളജി പഠിച്ചിട്ടുള്ളവർക്കറിയാം, സോഷ്യോളജിയിൽ ഉടനീളം നമ്മൾ സമൂഹത്തിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വ്യൂ പോയിന്റ്സ് നമ്മൾ നോക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു വ്യൂ ആണ് റിയലിസവും കൺസ്ട്രക്ഷനിസം എന്ന് പറയുന്ന രണ്ട് വ്യൂകൾ. ഇത് രണ്ടും ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് വ്യൂകളാണ്. ഈ ഒരു വ്യൂവിനെ തന്നെയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഈ യൂണിറ്റ് 2 നമ്മൾ പരിചയപ്പെടുന്നത്. എന്താണ് റിയലിസം, അതുപോലെ തന്നെ റിയലിസവും എൻവയറമെന്റൽ സോഷ്യോളജി ആയിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ എന്താണ് കൺസ്ട്രക്ഷനിസം, അതുപോലെ തന്നെ കൺസ്ട്രക്ഷനിസവും എൻവയറമെന്റൽ സോഷ്യോളജി എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂണിറ്റ് 2 നോക്കുന്നത്. വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള, വളരെ കുറച്ച് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതായിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. ഈ യൂണിറ്റ് 3 എന്ന് പറയുന്നത് കീ കോൺസെപ്റ്റുകളാണ്. കീ കോൺസെപ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻവയറമെന്റൽ സോഷ്യോളജി എന്ന് പറയുന്ന ഈ ഒരു ബ്രാഞ്ചിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കീ കോൺസെപ്റ്റുകൾ. നിങ്ങൾക്കറിയാം, നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം നമ്മൾ ഓരോ കോൺസെപ്റ്റുകളും അത് ഉദ്ദേശിക്കുന്ന എന്താണ്, അതിന്റെ മീനിങ് എന്താണ്, അതിന്റെ ആ ഓരോ കോൺസെപ്റ്റുകളെ പറ്റിയിട്ടുള്ള മീനിങ് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തു, അല്ലെ അതുമായിട്ട് കണക്ട് ചെയ്ത് വേറെ ഒന്നിനെ എഴുതാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ സോഷ്യോളജിയിൽ കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, കോൺസെപ്റ്റുകൾ തമ്മിൽ ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, തിയറീസ് ഉണ്ടാകുന്നത് അല്ലേ. കോൺസെപ്റ്റുകളിൽ നിന്നാണ് തിയറീസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്ത് വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റ് ഒരു കാര്യം നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചലഞ്ചസ് ഫോർ എൻവയറമെന്റൽ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട്, അല്ലെ അത്തരത്തിലുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ട്, അല്ലെ ആ ഒരു ബ്രാഞ്ച് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ എൻവയറമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളത്. അതായത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ബ്ലോക്ക് 4 ചെല്ലുമ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് പോർഷൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. എങ്കിൽ കൂടി നമ്മൾക്ക് ഈ യൂണിറ്റ് 3 ബ്ലോക്ക് 1 തന്നെ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണെന്നുള്ള ഒരു ചെറിയൊരു മെൻഷനിങ്ങും, അതുപോലെ അതെന്താണെന്നുള്ള ഒരു ചെറിയ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻവയറമെന്റ് എന്താണെന്നുള്ളതും, എൻവയറമെന്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇതിനകത്ത് ഈ ഒരു യൂണിറ്റ് 3 പരിചയപ്പെടുന്നുണ്ട്.
അപ്പൊ ഇതാണ് ബ്ലോക്ക് 1-ൽ വരുന്ന 3 യൂണിറ്റുകൾ. ബ്ലോക്ക് 1-ലെ 3 യൂണിറ്റുകൾ ഇതൊക്കെയാണ്. അപ്പൊ ഇനി അടുത്ത നമ്മൾ നേരെ ബ്ലോക്ക് 2-ലേക്ക് പോവാണ്. അപ്രോച്ചസ് എന്നാണ് ബ്ലോക്ക് 2-ന്റെ പേര്. അപ്രോച്ചസ് എന്ന് പറയുന്ന ആ ഒരു മെയിൻ ഹെഡിങ്ങിന്റെ കീഴിലാണ് ഏത് ഈ ഇത്രയും, അതായത് 6 യൂണിറ്റുകളെ എന്ത് ചെയ്തിരിക്കുന്നത്, 6 യൂണിറ്റുകളെ ഈ ഒരു ബ്ലോക്കിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന യൂണിറ്റ് 4-നകത്ത് വരുന്നത് സോഷ്യൽ ഇക്കോളജി എന്നുള്ളതാണ്. യൂണിറ്റ് 5 ത്രെഡ്മിൽ ഓഫ് പ്രൊഡക്ഷൻ, യൂണിറ്റ് 6 ഇക്കോളജിക്കൽ മോഡേണൈസേഷൻ, യൂണിറ്റ് 7 റിസ്ക്, യൂണിറ്റ് 8 ഇക്കോ ഫെമിനിസം ആൻഡ് ഫെമിനിസ്റ്റ് എൻവയോൺമെന്റലിസം, പിന്നെ യൂണിറ്റ് 9 പൊളിറ്റിക്കൽ ഇക്കോളജി. അപ്പൊ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ 6 യൂണിറ്റുകളാണ് ബ്ലോക്ക് 2-ൽ അഥവാ അപ്രോച്ചസ് എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്കിൽ വരുന്നത്. അപ്പൊ ഇതിനകത്ത് യൂണിറ്റ് 4-ലേക്ക് വരുമ്പോൾ സോഷ്യൽ ഇക്കോളജി എന്ന് പറയുന്നതാണ് യൂണിറ്റ് 4. അപ്പൊ അതിനകത്ത് സോഷ്യൽ ഇക്കോളജി, അതായത് സോഷ്യൽ സോഷ്യൽ സൊസൈറ്റിയും ഇക്കോളജിയും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു അല്ലേ. അതായത് ഇപ്പൊ നമുക്കറിയാം ഒരു ഇക്കോളജിയോടുള്ള ഒരു സോഷ്യൽ വ്യൂ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. സൊസൈറ്റിയും ഇക്കോളജി ഇത് രണ്ടും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, അതുപോലെ തന്നെ സോഷ്യൽ ഇക്കോളജി എന്ന് പറയുന്ന ഈ ഒരു എന്താണ് ഈ ഒരു കോൺസെപ്റ്റിന്റെ അല്ലെങ്കിൽ ഈ ഒരു ബ്രാഞ്ചിന്റെ ഒറിജിൻ എവിടെയാണ്, അത്തരത്തിലുള്ള കാര്യം ഒറിജിന്, പിന്നെ അതുപോലെ തന്നെ അതിനെ കുറിച്ചിട്ടുള്ള ഒരു റാഡിക്കൽ ആയിട്ടുള്ള വ്യൂ, പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ സിനേറിയോയിൽ ഈ സോഷ്യൽ എക്കോളജി എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യൻ സെനേറിയോയിൽ വെച്ച് നോക്കുമ്പോൾ സോഷ്യൽ ഇക്കോളജി എന്ന് പറയുന്നത് എന്താണ് മീൻ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് 4-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യൽ ഇക്കോളജി എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ് 4-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം മൊത്തം സോഷ്യൽ ഇക്കോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത് മാത്രം നിൽക്കുന്ന ടോപ്പിക്കുകളാണ് ഇത് ഈ ഒരു യൂണിറ്റ് 4 വരുന്നത്. ഇനി യൂണിറ്റ് 5-ലേക്ക് വരുമ്പോൾ ത്രെഡ്മിൽ ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം തന്നെ ഈ ഒരു ടേം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ത്രെഡ്മിൽ എന്താണ് ത്രെഡ്മിൽ. ഇപ്പം സോഷ്യൽ സബ്ജക്റ്റിന്റെ തന്നെ ഒരു ബേസ് ഉള്ള ആൾക്കാർക്ക് അറിയാം എന്തായിരിക്കും ത്രെഡ്മിൽ എന്ന്. അതായത് ത്രെഡ്മിൽ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും ഈ ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മെറ്റഫറാണ്, അഥവാ നമ്മൾ അതിനെയൊക്കെ ഒന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെറ്റഫറാണ് എന്ത് ഈ ത്രെഡ്മിൽ എന്ന് പറയുന്നത്. അതായത് ഇൻഡസ്ട്രിയും ഇൻഡസ്ട്രിയലൈസേഷനും ഒക്കെ ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു ഭാഗത്തെയാണ്, അല്ലെങ്കിൽ പ്രൊഡക്ഷനൊക്കെ ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു പീരീഡിനെയാണ് നമ്മൾ ത്രെഡ്മിൽ എന്നൊക്കെ ഉള്ള ഒരു മെറ്റഫർ യൂസ് ചെയ്ത് നമ്മൾ പറയുന്നത്. അപ്പം ഇതിനകത്ത് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ത്രെഡ്മിൽ ഓഫ് പ്രൊഡക്ഷൻ തിയറിയുടെ എമർജൻസ് എപ്പോഴാണ്, എപ്പോഴാണ് ഈ ഒരു ത്രെഡ്മിൽ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു തിയറി എമർജ് ചെയ്ത്, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദ ത്രെഡ്മിൽ തിയറി ഫോക്കസ് ഓൺ പ്രൊഡക്ഷൻ റാദർ ദാൻ കൺസെപ്ഷൻ. അതായത് നിങ്ങൾക്ക് ഇപ്പൊ അറിയാം, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടേം ആണ് ത്രെഡ്മിൽ എന്ന് പറയുന്നത്. ഈ ത്രെഡ്മിൽ തിയറി അപ്പൊ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് പ്രൊഡക്ഷനെയാണ്. എന്തുകൊണ്ടാണ് കൺസെപ്ഷനെ അത് ഫോക്കസ് ചെയ്യാത്തത്? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ത്രെഡ്മിൽ ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദ ഇറ ഓഫ് ഗ്ലോബലൈസേഷൻ, അതായത് ഈ ത്രെഡ്മിൽ ഓഫ് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഒക്കെ എന്താണ് ഒരു ഡെവലപ്മെന്റ്, ലാർജ് സ്കെയിലുള്ള ഒരു ഡെവലപ്മെന്റ് എങ്ങനെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ആ ഗ്ലോബലൈസേഷനും ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷനും തമ്മിൽ എങ്ങനെയാണ് ഇവരിവിടെ കണക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എങ്ങനെയെല്ലാം നമുക്ക് ഈ ഒരു സൊസൈറ്റി വെച്ച് കണക്ട് ചെയ്യാം, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ത്രെഡ്മിൽ ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദ ഇറ ഓഫ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഈ ഒരു യൂണിറ്റ് 5-ൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ത്രെഡ്മിൽ ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളതാണ് യൂണിറ്റ് 5-ൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ യൂണിറ്റ് 6-ലേക്ക് വരുമ്പോൾ ഇക്കോളജിക്കൽ മോഡേണൈസേഷൻ എന്നുള്ളതാണ്. അതായത് ഇക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട് വരിക്കുമ്പോൾ മോഡേൺ ആയിട്ട് വന്ന അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അല്ലെങ്കിൽ അതിനെ ഒരു പുതിയൊരു ലുക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു പുതുമ നൽകുന്ന എന്താണ്, അതാണ് ഇക്കോളജിക്കൽ മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഇക്കോളജിക്കലി ഇക്കോളജിയിൽ വന്നതായിട്ടുള്ള പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ, ഓരോരോ കണ്ടുപിടുത്തം, ഓരോ സംഭവങ്ങൾ, അവയൊക്കെയാണ് ഇക്കോളജിക്കൽ മോഡേണൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഓരോ പെർസ്പെക്റ്റീവ്സ്, അതുപോലെ തന്നെ എന്താണ് ഏജ് ഓഫ് ഗ്ലോബലൈസേഷൻ. ഏജ് ഓഫ് ഗ്ലോബലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്ലോബലൈസേഷനുമായിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന ഒരു ഭാഗമാണ് ഏജ് ഓഫ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് എന്ന് മുതൽ അത് തുടങ്ങി ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഇത്, അതുപോലെ തന്നെ ഈ ഗ്ലോബലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ആ ഇത് വരുമ്പോഴത്തേന് എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇക്കോളജിക്കൽ മോഡേണൈസേഷൻ എന്നുള്ളതാണ് നമ്മുടെ യൂണിറ്റ് 6-ൽ.
ഇക്കോളജിക്കൽ മോഡേണൈസേഷനും നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്ലോബലൈസേഷനും നോക്കുന്നുണ്ട്. ഓക്കെ, ഇനിയും യൂണിറ്റ് 7ലേക്ക് പോകാം. യൂണിറ്റ് 7ലേക്ക് ചെല്ലുമ്പോൾ റിസ്ക് എന്നുള്ളതാണ് യൂണിറ്റ് 7ന്റെ മെയിൻ ആയിട്ടുള്ള ഹെഡിങ് എന്ന് പറയുന്നത്, റിസ്ക്. അപ്പൊ ഈ റിസ്ക് എന്ന് പറയുമ്പോഴത്തേക്കിനും തന്നെ അറിയാം, എന്താണ്, പലതരത്തിലുള്ള റിസ്കുകൾ, പലതരത്തിലുള്ള പ്രതിസന്ധികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെ? അപ്പം അത്തരത്തിലുള്ള പ്രതിസന്ധികളെ കുറിച്ചിട്ടാണ്, അതായത് ഈ റിസ്ക് എന്ന് പറയുന്ന, റിസ്ക് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു തിയറി തന്നെ നമുക്ക് പഠിക്കാനുണ്ട്, റിസ്ക് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പം ആ റിസ്ക് സൊസൈറ്റി എന്ന് പറയുന്ന ആ ഒരു തിയറി ആയിട്ട് റിലേറ്റ് ചെയ്തും, അതുപോലെ തന്നെ എന്താണ് റിസ്ക് എന്ന് പറയുന്ന ആ ഒരു ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? ആ ആ ഒരു കോൺസെപ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അത്തരത്തിലുള്ള അതിന്റെ മീനിങ് എന്താണ്, അത് മീൻ ചെയ്യുന്ന അതിന്റെ കോഴ്സുകൾ എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ റിസ്ക് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള റിസ്കുകൾ, അത് നമ്മൾ ഈ എൻവയോൺമെന്റൽ സോഷ്യോളജി ആയിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും നമ്മൾ ഇത് പഠിക്കുന്നത്. എൻവയോൺമെന്റ് ആയിരിക്കും നമ്മുടെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ഈ ഒരു പേപ്പറിനകത്ത്. സൊസൈറ്റിയിലെ സൊസൈറ്റി എൻവയോൺമെന്റും ആയിരിക്കും നമ്മുടെ ഈ ഒരു പേപ്പറിലെ മെയിൻ കൺസേൺ എന്നത്. ഓക്കെ, അപ്പം എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയായിരിക്കും നമ്മൾ റിസ്ക് ഫാക്ടേഴ്സും കാര്യങ്ങളും ഒക്കെ തന്നെ പഠിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് എമംഗ് സ്കോളേഴ്സ് ഓൺ ദ നോഷൻ ഓഫ് റിസ്ക്, അതായത് എന്നാ പലതരത്തിലുള്ള റിസ്കുകളും, അതുപോലെ തന്നെ എന്താണ് അതിൽ വരുന്ന മാറ്റങ്ങൾ, സിമിലാരിറ്റീസ്, അത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ ഈ ഒരു യൂണിറ്റ് 7 റിസ്ക് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, ഇനി നേരെ യൂണിറ്റ് 8ലേക്ക് പോവുകയാണ്. ഇക്കോ ഫെമിനിസം ആൻഡ് ഫെമിനിസ്റ്റ് എൻവയോൺമെന്റലിസം എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് അറിയാം, ഫെമിനിസം എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചോ ഒക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അത് എങ്ങനെ ഇക്കോ ഫെമിനിസം എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഫെമിനിസം തന്നെയാണ്. അപ്പൊ ആ ഒരു ഫെമിനിസത്തിലേക്ക് വരുമ്പോൾ, ഈ ഫെമിനിസം എന്ന് പറയുന്ന ഇതിനകത്തോട്ട് ഇക്കോ അതായത് എന്താണ്, എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ ഇക്കോ ഫെമിനിസം എന്ന് പറയുന്നത് വരുന്നത്. അപ്പൊ ആ ഒരു ആശയത്തിലേക്ക് വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ്, എന്തെല്ലാം വ്യൂ പോയിന്റ് തന്നെ എന്തെല്ലാം മാറ്റങ്ങളാണ് ആ ഒരു വ്യൂവിൽ വരുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇക്കോ ഫെമിനിസം, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ നോക്കുന്നുണ്ട്. പിന്നെ ഇക്കോ ഫെമിനിസം ആൻഡ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് വന്ദന ശിവ എന്ന് പറയുന്നത് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇക്കോ ഫെമിനിസ്റ്റ് ആണ്. അതായത് അവരുടെ കോൺട്രിബ്യൂഷൻ, അതായത് വന്ദന ശിവയുടെ ഇക്കോ ഫെമിനിസത്തെ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കോൺട്രിബ്യൂഷൻസ്, അല്ലെങ്കിൽ അതിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ് നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ട് ഈസ് ഫെമിനിസ്റ്റ് എൻവയോൺമെന്റലിസം, അതായത് ഫെമിനിസ്റ്റ് എൻവയോൺമെന്റലിസം എന്ന് പറയുന്ന അതിൻ്റെ ഒരു ആശയം എന്താണ്, അത് ഉദ്ദേശിക്കുന്ന എന്താണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, ഇവയെല്ലാം നമ്മൾ എന്തിനകത്ത് നോക്കുന്നുണ്ട്, ഈ യൂണിറ്റ് 8 ഇക്കോ ഫെമിനിസം ആൻഡ് ഫെമിനിസ്റ്റ് എൻവയോൺമെന്റലിസം എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, ഇനിയും യൂണിറ്റ് 9 പൊളിറ്റിക്കൽ ഇക്കോളജി എന്നുള്ളതാണ് യൂണിറ്റ് 9. അതായത് പൊളിറ്റിക്സ്, നമുക്കറിയാം അല്ലെ, പൊളിറ്റിക്സ് നമ്മൾ വിചാരിക്കുന്ന ഒരു പൊളിറ്റിക്സ് അല്ല, നമുക്ക് പല കാര്യങ്ങളിലും, അതായത് നമ്മളുടെ സൊസൈറ്റിയിലുള്ള പല പല എലമെന്റ്സിലും അല്ലെങ്കിൽ പല പല എന്താണ് കാര്യങ്ങളിലും പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ പൊളിറ്റിക്സിനകത്ത് തന്നെ വരുന്ന കുറെ കുറെ കാര്യങ്ങളാണ് നേച്ചർ, കൾച്ചർ, അത്തരത്തിലുള്ള കാര്യം, പവർ, കാര്യങ്ങളൊക്കെ തന്നെ പൊളിറ്റിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഈ പൊളിറ്റിക്സും ഇക്കോളജിയും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, അതുപോലെ തന്നെ ഇത് രണ്ടും കൂടി ചേരുമ്പോഴത്തേക്കിനും അത് വരുന്ന ഒരു ആശയം എന്താണ്, അത് രണ്ടും കൂടി കണക്ട് ചെയ്യുന്ന എങ്ങനെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പൊളിറ്റിക്കൽ ഇക്കോളജിയിൽ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ജസ്റ്റിസ്, നമ്മൾ എൻവയോൺമെന്റിനെ അതിനോട് എങ്ങനെയാണ് നമ്മളൊരു അതിനോടുള്ള ഒരു ജസ്റ്റിസ് നമ്മൾ എങ്ങനെയാണ് നിലനിർത്തേണ്ടത്, അതിനോട് നമ്മൾ തിരികെ ചെയ്യേണ്ടത് എന്താണ്, അല്ലെ? എൻവയോൺമെന്റിനെ സംരക്ഷിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്തെല്ലാണ്, അതിനോടുള്ള നമ്മുടെ കടമ എന്താണ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു പൊളിറ്റിക്കൽ ഇക്കോളജി എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. സോ അതോടുകൂടി ഈ ഒരു യൂണിറ്റിന് നമ്മുടെ രണ്ടാമത്തെ ബ്ലോക്കും തീരുകയാണ്. ഇപ്പൊ രണ്ടാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്ന അപ്രോച്ചസ് എന്നുള്ളതായിരുന്നു. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അപ്രോച്ചസ് ആണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിൽ നമ്മൾ കാണുന്നത്. മെയിനായിട്ട് 6 യൂണിറ്റുകളായിട്ട് തിരിച്ചാണ് ഡിഫറെന്റ് അപ്രോച്ചസുകൾ നമ്മൾ ഇതിനകത്ത് പരിചയപ്പെടുന്നത്. ഇനി നേരെ ബ്ലോക്ക് 3യിലേക്ക് നമ്മൾ പോവാണ്. ബ്ലോക്ക് 3 എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺ എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് അറിയാം അല്ലേ, എൻവയോൺമെന്റിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇഷ്യൂസും അതുപോലെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കൺസേൺസും ഉണ്ട്, അല്ലേ? അപ്പം അതിനെ കുറിച്ചിട്ടുള്ള കൺസേൺസ് എന്താണെന്നും, അതായത് ആ ഇഷ്യൂസ് എങ്ങനെ കോസ് ചെയ്തു, അതിനകത്ത് എന്തെല്ലാം ഫാക്ടറുകൾ വരുന്നുണ്ട്, അതിൻ്റെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്,
അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഇതെല്ലാം എന്താണ് ഇതിന്റെ ഒരു കൺസേൺ ആണ് അല്ലെ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ആ ഒരു ഈ ഒരു എൻവയോൺമെന്റൽ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന ആക്ടിവിറ്റീസിന്റെ ഫലമായിട്ടാണോ ഈ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഉണ്ടാകുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എന്തിനകത്ത് ഈ ഒരു ബ്ലോക്ക് 3 നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ഈ ബ്ലോക്ക് 3 മെയിൻ ആയിട്ട് 3 യൂണിറ്റുകളാണ് ഈ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺ എന്നുള്ള ഈ ഒരു മെയിൻ ഹെഡിങ്ങിന്റെ കീഴിൽ വന്നിരിക്കുന്നത്. ഒന്ന് ആന്ത്രോപോസീൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള ആണ് യൂണിറ്റ് 10. യൂണിറ്റ് 11 എന്നുള്ളത് പൊല്യൂഷൻ ആണ്. യൂണിറ്റ് 12 എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ പോളിസീസ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം അതിനകത്ത് ഫസ്റ്റ് യൂണിറ്റ്, അതായത് യൂണിറ്റ് 10 എന്ന് ബ്ലോക്ക് 3 ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള വരുന്നത് യൂണിറ്റ് 10 ആണ്. ആന്ത്രോപോസീൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ആന്ത്രോപോസീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇപ്പൊ ഈ മനുഷ്യൻ എന്നു മുതലാണ് ഈ ഒരു പ്രകൃതിയുടെ മേൽ, എൻവയോൺമെന്റിന്റെ മേൽ ഡോമിനൻസ് വന്നു തുടങ്ങിയത്, ആ ഒരു പീരീഡിനെയാണ്, അല്ലെ ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ആന്ത്രോപോസീൻ എന്ന് പറയുന്ന ഈ ഒരു ടെർമിനോളജി വെച്ച് മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ. ഓക്കെ, ആന്ത്രോപോസീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെന്റിന്റെ മേലെ മനുഷ്യൻ എന്നു മുതലാണോ ഡോമിനൻസ് വന്നു തുടങ്ങിയത്, ആ ഒരു ഡോമിനൻസിനെ നമ്മൾ പറയുന്ന പേരാണ്, അല്ലെ അതിനെ ആം, എന്ത് മനസ്സിലാക്കുക, അതിനെ മീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ആന്ത്രോപോസീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ആന്ത്രോപോസീൻ എന്ന് പറയുന്നത് ഏത് കാലം മുതൽ തുടങ്ങി എന്നുള്ള അതിന്റെ ഒറിജിൻ എന്താന്നുള്ളതാണ് നമ്മൾ ആദ്യം ഇതിനകത്ത് നോക്കുന്നത്. അതുപോലെ തന്നെ എന്താ ആന്ത്രോപോസീൻ എന്നുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ഇതിനകത്ത് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം കുറെ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും എന്താണ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാൻ വേണ്ടി വലിയൊരു യൂണിറ്റ് അങ്ങനെ വരുത്താൻ വേണ്ടിയിട്ടല്ല. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ജിയോളജിക്കൽ ടൈം സ്പാൻ നോക്കുന്നുണ്ട് ആന്ത്രോപോസിന്റെ തന്നെ. ഈ ആന്ത്രോപോസിന്റെ ജിയോളജിക്കൽ ടൈം സ്പാനും അതുപോലെ തന്നെ അതിൽ വന്ന ഇവല്യൂഷൻസിനെ പറ്റിയിട്ടും നമ്മൾ, അതായത് മാറ്റങ്ങൾ ചേഞ്ചസിനെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ ആം, ഈ കൊടുത്തിരിക്കുന്ന ഹേഡിയൻ, ആർക്കിയൻ, അതുപോലെ തന്നെ പ്രോട്ടറോസോയിക്ക്, ഇതെല്ലാം എന്ന് പറയുന്നത് എന്താണ്, ഈ ആന്ത്രോപോസീനിൽ വന്നിട്ടുള്ള ഓരോ ജിയോളജിക്കൽ ടൈം സ്പാൻ ആണ്. അതായത് ഓരോ ജിയോളജിക്കൽ ടൈം പീരീഡുകളാണ് എന്ത് ഈ ആഡിയോൺ, ആർക്കിയൻ, പ്രോട്ടോ പ്രോട്ടറോസോയിക്ക്, പിന്നെ ഫനേറോസോയിക്ക്, ടെറിട്ടറി പീരീഡ്, അങ്ങനെ വന്നിരിക്കുന്ന ഓരോ കാര്യങ്ങൾ എന്താണ് ഈ ഒരു ആന്ത്രോപോസീൻ എന്ന് പറയുന്ന ഈ ഒരു എന്താണ് ഈ ഒരു കാര്യത്തിൽ വന്നിരിക്കുന്നതായിട്ടുള്ള ഡിഫറെന്റ് ടൈം പീരീഡുകളാണ്. അതുപോലെ തന്നെ പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ അതിൽ വന്നിരിക്കുന്നതായിട്ടുള്ള എവല്യൂഷൻസ് ആണ്. അതായത് ഓരോ പീരീഡുകളിലും അതിന് വന്നിരിക്കുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഇതിനെ കുറിച്ചിട്ട് ഒരു ബ്രീഫ് ഹിസ്റ്ററി നമ്മൾ ഇതിനകത്ത് നോക്കുന്നുണ്ട്. പിന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ഇതെല്ലാം തന്നെ എന്താണ് ആ ഒരു ഇവല്യൂഷന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ പഠിക്കുന്ന ഡിഫറെന്റ് പീരീഡ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിങ് ആന്ത്രോപോസിനുമായിട്ട് ബന്ധപ്പെടുത്തി അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ റൂട്ട്, അല്ലേ, അതെങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, അതിന്റെ ഒരു ഹിസ്റ്ററി, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇത് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ ഇതെങ്ങനെ ഈ ഒരു ഡോമിനൻസ് എങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു, എങ്ങനെ നടക്കുന്നു എന്നുള്ളതും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നുണ്ട്. അപ്പം മെയിൻ ആയിട്ട് ആന്ത്രോപോസീൻ എന്നുള്ള ഒരു ടേമിന് അല്ലെ ആ ഒരു ഐഡിയോളജിയെ ബേസ് ചെയ്തിട്ടാണ് യൂണിറ്റ് 10 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇരിക്കുന്നത്. അതിൽ വന്നിരിക്കുന്ന എവല്യൂഷൻസും അതിന്റെ ഡിഫറെന്റ് ടൈം പീരീഡുകൾ, ജിയോളജിക്കൽ ടൈം പീരീഡുകളുമാണ് നമ്മൾ ഇതിനകത്ത് പരിചയപ്പെടുന്നത്. ഓക്കെ, ഇനി യൂണിറ്റ് 11ലേക്ക് പോകുമ്പോഴത്തേക്കിനും നമ്മൾ പൊല്യൂഷൻ എന്നുള്ളതാണ് യൂണിറ്റ് 11ന്റെ മെയിൻ ആയിട്ടുള്ള ഹെഡിങ് എന്ന് പറയുന്നത്. യൂണിറ്റ് 11ൽ നമ്മൾ എന്താണ് പൊല്യൂഷൻ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ഒരു എൻവയോൺമെന്റൽ സോഷ്യോളജി ആയിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് ഇച്ചിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. കാര്യം നമ്മളുടെ ഈ ഒരു പേപ്പറിന്റെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് എന്താണ്, എൻവയോൺമെന്റും സൊസൈറ്റിയും തന്നെയാണ്, അല്ലേ. അപ്പൊ സോഷ്യോളജി എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്ട് എങ്ങനെ എൻവയോൺമെന്റിൽ ഒരു പൊല്യൂഷനെ കാണുന്നു, ആ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് നോക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന 3 ടൈപ്സ് ഓഫ് പൊല്യൂഷൻസിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. അതായത് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, എന്നിങ്ങനെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊല്യൂഷൻസിനെ കുറിച്ച് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഇനി അടുത്തത് യൂണിറ്റ് 12ലേക്ക് വരുമ്പോഴത്തേനും എൻവയോൺമെന്റൽ പോളിസി ഇൻ ഇന്ത്യ എന്നുള്ളതാണ് യൂണിറ്റ് 12 എന്ന് പറയുന്നത്. ഇതിനകത്ത് മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ആ ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ അറിയാം,
എൻവയൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇന്ത്യയിൽ കൊണ്ടുവന്നതായിട്ടുള്ള പോളിസീസ്, അഥവാ എൻവയൺമെന്റലിന്റെ എന്തിനു വേണ്ടിയിട്ടാണ്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെ അതിനെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നതായിട്ടുള്ള പോളിസികളും പ്രോഗ്രാമുകളും ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നത്. മെയിൻ ആയിട്ട് ഗ്ലോബൽ വാർമിംഗ് പോളിസീസ്, 20th സെഞ്ചുറി വന്ന ഗ്ലോബൽ വാർമിംഗ് പോളിസീസ്, പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിൽ ഗ്ലോബൽ വാർമിംഗുമായിട്ട് ബന്ധപ്പെടുത്തി വന്ന ഓരോരോ അല്ലെങ്കിൽ നടത്തിയ ഓരോരോ പ്രോഗ്രാംസ്, ആ ഓരോ പ്രോഗ്രാംസിനെ കുറിച്ചിട്ടുള്ള ഓരോ റിവ്യൂവും കാര്യങ്ങളും, അതെങ്ങനെയാണ്, അത് വർക്കായോ, അതായത് അതിന്റെ ഒരു ഔട്ട്കം എന്തായിരുന്നു, അതിന്റെ റിസൾട്ട് എന്തായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ക്ലൈമറ്റിക് നെഗോസിയേഷൻസ്, റെസൊല്യൂഷൻസ്, എൻവയറമെന്റൽ കൊളോണിയലിസം, ഇക്കോളജി, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ക്ലൈമറ്റ് ചേഞ്ച്, എങ്ങനെയുള്ള ഫാക്ടേഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇതെല്ലാം ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ ഇതിനകത്ത് കൂടുതലായിട്ട് പറയുന്നത്. നമ്മൾ ഓൾറെഡി യൂണിറ്റ് 3 അഥവാ ബ്ലോക്ക് 1 യൂണിറ്റ് നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണെന്ന് നമ്മൾ ചെറിയ രീതിയിൽ പരിചയപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ യൂണിറ്റ് 12 നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ മോഡൽ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സുസ്ഥിര വികസനം എന്നാണ് അല്ലെ. പ്രകൃതിയെ അല്ല മുന്നോട്ടുള്ള ഫ്യൂച്ചർ ആയിട്ട് വരുന്ന എന്താണ് ഫ്യൂച്ചർ ജനറേഷനെ ബാധിക്കാത്ത രീതിയിൽ, അല്ലെ അവർക്ക് പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ ഓരോ ഡെവലപ്മെന്റുകൾ കൊണ്ടുവരുന്നതിനെയാണ് അതായത് പ്രകൃതിക്കും ചൂഷണമാകാത്ത രീതിയിലുള്ള ഓരോ ഡെവലപ്മെന്റിനെയും കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഉപയോഗിച്ച മോഡൽ, ഇന്ത്യയിലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു മോഡൽ, അവയെ പറ്റിയിട്ട് നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതോടുകൂടി ബ്ലോക്ക് 3 തീരുകയാണ്. അതായത് ബ്ലോക്ക് 3 എന്ന് പറയുന്ന മെയിനായിട്ട് എന്തായിരുന്നു, എൻവയൺമെന്റൽ ഇഷ്യൂസും കൺസേൺസും ആയിരുന്നു. അത് ഈ ഒരു യൂണിറ്റ് 12 തീരുവാണ്. ഇനി ബ്ലോക്ക് 4 വരുമ്പോൾ എൻവയൺമെന്റൽ മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ് ബ്ലോക്ക് 4 വരുന്നത്. അതായത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനും അല്ലെങ്കിൽ പ്രകൃതിയായിട്ട് റിലേറ്റ് ചെയ്ത് നടന്നിട്ടുള്ള മൂവ്മെന്റുകൾ, സമരങ്ങളും കാര്യങ്ങളും, അത്തരത്തിലുള്ള മൂവ്മെന്റുകളെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ കാണുന്നത്. അത്തരത്തിലുള്ള അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന യൂണിറ്റുകൾ, 3 യൂണിറ്റുകളാണ് നമുക്ക് ഇതിനകത്തുള്ളത്. യൂണിറ്റ് 13 എന്ന് പറയുന്നത് ഫോറസ്റ്റ് ബേസ്ഡ് മൂവ്മെന്റ് ആണ്. അതിനകത്ത് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ചിപ്കോ മൂവ്മെന്റ് ആണ്. നിങ്ങൾക്ക് ചിലവർക്കൊക്കെ ഇത് അറിയാവുന്നതായിരിക്കും. ഇനി യൂണിറ്റ് 14 വാട്ടർ ബേസ്ഡ് മൂവ്മെന്റ്, അതായത് നർമ്മദ എന്ന് പറയുന്ന ഈ ഒരു മൂവ്മെന്റ്, നർമ്മദ ബച്ചാവോ ആന്തോളൻ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. ആ ഒരു മൂവ്മെന്റിനെയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് 15 എന്ന് പറയുന്നത് ലാൻഡ് ബേസ്ഡ് മൂവ്മെന്റ് ആണ്. ആന്റി മൈനിങ് ആൻഡ് സീഡ്, അതായത് സീഡ് മൂവ്മെന്റ്, ആന്റി മൈനിങ് മൂവ്മെന്റുകൾ, അത്തരത്തിലുള്ള മൂവ്മെന്റുകളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ അതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ യൂണിറ്റ് 13 ഫോറസ്റ്റ് ബേസ്ഡ് മൂവ്മെന്റ്, ചിപ്കോ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ചിപ്കോ മൂവ്മെന്റ് ആദ്യം തന്നെ നമ്മൾ ഇതിനകത്ത് സോഷ്യൽ മൂവ്മെന്റുകൾ എന്താണെന്നും, അത് പുതിയ രീതിയിലുള്ള സോഷ്യൽ മൂവ്മെന്റ് എന്താണെന്നും, പഴയ രീതിയിലെ സോഷ്യൽ മൂവ്മെന്റുകൾ എന്താണ്, ഇത് തമ്മിലുള്ള വ്യത്യാസവും ഇത് തമ്മിലുള്ള ഒരു റിലേഷനും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ ഇതിനകത്ത് നോക്കുന്നുണ്ട്. അത് വന്നിരിക്കുന്ന മാറ്റങ്ങളും ഒക്കെ തന്നെ നമ്മൾ ഇതിനകത്ത് നോക്കുന്നുണ്ട് ഫസ്റ്റ് ഭാഗത്തിൽ. പിന്നെ ഫോറസ്റ്റ് ബേസ്ഡ് മൂവ്മെന്റ് ആയിട്ടുള്ള ചിപ്കോ മൂവ്മെന്റിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റ്. അതിനകത്ത് മെയിൻ ആയിട്ട് സോഷ്യോ കൾച്ചർ ഫാബ്രിക് ഓഫ് ഉത്തരാഖണ്ഡിലെ ഡിഫറെന്റ് ആയിട്ട് ഉള്ള സൈറ്റുകൾ, ഏതെല്ലാം സൈറ്റുകളിലാണ് മെയിൻ ആയിട്ട് ഈ ഒരു മൂവ്മെന്റ് വന്നത്, ഈ ഒരു പ്രതിഷേധം വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊട്ടസ്റ്റിലേക്ക് നയിച്ച മെയിൻ ആയിട്ടുള്ള കോസസ് എന്താന്നുള്ളത് നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് യൂസ് ചെയ്തതായിട്ടുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ്, ഈ സ്ട്രാറ്റജികളെയും ഇതിനകത്ത് നോക്കുന്നുണ്ട്. അതായത് ഈ ഫോറസ്റ്റ് സത്യാഗ്രഹ, അത്തരത്തിലുള്ള സ്ട്രാറ്റജീസ്, അല്ലെ അത്തരത്തിലുള്ള സ്ട്രഗിളും കാര്യങ്ങളെയൊക്കെ തന്നെ ഇതിനകത്ത് നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മൂവ്മെന്റില് മെയിൻ ആയിട്ട് നയിച്ച നേതാക്കന്മാർ, പ്രോട്ടഗോണിസ്റ്റുകൾ ആരൊക്കെയാണ്, അവരുടെ ഇതിലോട്ടുള്ള ഇൻവോൾവ്മെന്റുകൾ എന്തെല്ലാം ആയിരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഈ ഒരു യൂണിറ്റ് 13 നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. ഓക്കെ, ഇനി യൂണിറ്റ് 14 വരുമ്പോഴത്തേനും വാട്ടർ ബേസ്ഡ് മൂവ്മെന്റ്സുകളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നർമ്മദ എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഫോക്കസ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്നുള്ള ആ ഒരു അതാണ് ഇതിനകത്ത് മെയിൻ ഫോക്കസ്. അതുപോലെ തന്നെ സർദാർ സരോവർ പ്രോജക്റ്റ്, അതിന്റെ ഇമ്പാക്റ്റുകൾ എന്തെല്ലാമാണ്, ആ ഒരു പ്രോജക്റ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിലുകൾ നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ സ്ട്രഗിള് വന്ന ഒരു പാത്ത്, അതായത് എന്താണ് കോസ്, ഇത് തന്നെ, അതായത് എന്താണ് ആ സ്ട്രഗിളിലേക്ക് നയിച്ചത്, ആരൊക്കെ അതിലുണ്ടായിരുന്നു, എങ്ങനെയെല്ലാമാണ് അവർ സ്ട്രഗിൾ ചെയ്തത്, ഏതെല്ലാം തരത്തിലുള്ള എന്താണ്
മോഡ് ഓഫ് സ്ട്രഗിൾ ആണ് അവർ യൂസ് ചെയ്തത് എന്നുള്ളതൊക്കെയാണ് അവരിതിനകത്ത് കാണിച്ചത് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ മെയിനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഓരോ പ്രോജക്റ്റുകളൊക്കെ വരുമ്പോഴത്തേക്കിനും അതിനകത്ത് മെയിനായിട്ട് അഫക്റ്റഡ് ആവുന്ന ആൾക്കാരുണ്ട് അല്ലേ. അവിടെ താമസിക്കുന്ന ആ ഒരു ഏരിയയിൽ, ഒരു പ്രോജക്റ്റ് വരാൻ പോകുന്ന ആ ഒരു ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്. ആ ആൾക്കാർ ആ ആൾക്കാരെ പോലെ തന്നെ ഇപ്പൊ നമ്മളുടെ ഈ ഒരു സമയത്ത് മെയിനായിട്ട് ട്രൈബൽ റീസെറ്റിൽമെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗമായിരുന്നു. അതായത് ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് വന്നപ്പോഴത്തേനും അവിടെ മെയിനായിട്ട് അഫക്റ്റഡ് ആയ ആൾക്കാരിൽ ഒന്നാണ് ട്രൈബൽസ് എന്ന് പറയുന്നത്. അവരുടെ ഒരു റീസെറ്റിൽമെന്റ്, അതിനകത്ത് വന്ന അതിനകത്ത് അവർ ഫേസ് ചെയ്ത ഓരോരോ പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ തന്നെ ഇതിനകത്ത് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രസന്റ് സിറ്റുവേഷൻ ഓഫ് സർദാർ സരോവർ ഡാം, അത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ഈ ഒരു യൂണിറ്റ് 14 നോക്കുന്നുണ്ട്. അതായത് വാട്ടർ ബേസ്ഡ് മൂവ്മെന്റുകളിനകത്ത് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് നർമ്മദ ബച്ചാവോ ആന്തോളൻ, അതുപോലെ തന്നെ ആം, ഈ സർദാർ സരോവർ പ്രോജക്റ്റ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും നമ്മൾ നോക്കുന്നത്. ഓക്കെ. ഇനിയും യൂണിറ്റ് 15ലേക്ക് പോകുമ്പോഴത്തേക്കിനും ലാൻഡ് ബേസ്ഡ് മൂവ്മെന്റ് എന്നുള്ളതാണ് ആന്റി മൈനിങ് ആൻഡ് സീഡ് എന്നുള്ളത്. അതായത് അത് ലാൻഡ് ബേസ്ഡ് മൂവ്മെന്റ് നോക്കുമ്പോൾ ആന്റി മൈനിങ് ആൻഡ് സീഡ് മൂവ്മെന്റ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു യൂണിറ്റിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ളത്. അതിനകത്ത് ആദ്യം തന്നെ നമ്മൾ എന്താണ് ആന്റി മൈനിങ് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ നടന്നിട്ടുള്ള ആന്റി മൈനിങ് മൂവ്മെന്റ്സ് ഏതൊക്കെയാണ്, അതിന്റെ റീസൺസും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ സീഡ് മൂവ്മെന്റുകൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ആ ഇന്ത്യയിൽ നടന്ന സീഡ് മൂവ്മെന്റുകൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു, അതുപോലെ തന്നെ സീഡ് മൂവ്മെന്റ് നടത്തിയ ഓരോ പ്രൊട്ടസ്റ്റുകൾ, അതിനകത്ത് മെയിനായിട്ട് കർണാടക രാജ്യ രഹിത സംഘ അവര് മുന്നോട്ട് കൊണ്ടുവന്ന, അതുപോലെ തന്നെ പ്രോ ആക്റ്റീവ് ഫാമേഴ്സ് ഓർഗനൈസേഷൻ എന്നിവയൊക്കെ മുന്നോട്ട് വന്നതിന്റെ കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റ് 15 നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഈ പ്രൈവറ്റ് കോർപ്പറേഷനും അതുപോലെ തന്നെ സ്റ്റേറ്റ് വർക്കിംഗ് ക്ലാസ്സും ഇവർ തമ്മിലുള്ള ഒരു അസോസിയേഷനും, അതുപോലെ തന്നെ അവർ തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം എങ്ങനെയാണ് ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നത്, ആ മൂവ്മെന്റിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ എന്താന്നുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ ഈ ഒരു യൂണിറ്റ് 15 നോക്കുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമുക്ക് മെയിൻ ആയിട്ട് 15 യൂണിറ്റുകളാണ് ഉള്ളത് ഈ ഒരു എൻവയോൺമെന്റൽ സോഷ്യോളജി എന്ന് പറയുന്ന പേപ്പറിനകത്ത്. അതിനെ മെയിൻ ആയിട്ട് 4 ബ്ലോക്കുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. എന്തെല്ലാം ബേസിസിലായിരുന്നു, അതായത് എൻവിഷനിങ് എൻവയോൺമെന്റൽ സോഷ്യോളജിയെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടും, അതുപോലെ തന്നെ രണ്ടാമത്തെ ബ്ലോക്ക് അപ്രോച്ചസ് എന്ന് പറയുന്ന കാര്യങ്ങൾ, ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ചസ്. പിന്നെ ബ്ലോക്ക് 3 എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്. പിന്നെ ബ്ലോക്ക് 4 എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ഇത്രയും മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കിന്റെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു 15 യൂണിറ്റുകളെ ഡിഫറെന്റ് ബ്ലോക്കുകളായിട്ട്, അല്ലെങ്കിൽ ആ 4 ബ്ലോക്കുകളായിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെ തിരിച്ചിരിക്കുന്നത്, അതിന്റെ ആ കാര്യങ്ങളെല്ലാം കണ്ടു. നമുക്ക് ഏതൊക്കെയാണ് യൂണിറ്റുകളെന്നും നമ്മൾ കണ്ടു. അപ്പം ഇത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് എന്താണ് ഒരു ഒരു ഇതിനെ കുറിച്ചിട്ടുള്ള, ഈ ഒരു പേപ്പറിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു സമ്മറി, അഥവാ നമ്മൾ നോക്കുമ്പോൾ അറിയാം, സിലബസ് എന്ന് പറയുന്ന ഒരു കാര്യം നോക്കും അല്ലെ. സിലബസ് നോക്കിയാലും നോക്കാത്തവർക്ക് വേണ്ടിയിട്ടും നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ചെറിയൊരു സമ്മറി, നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഒരു ഔട്ട്കം മനസ്സിലാക്കണം അല്ലെ. ആ ഔട്ട്കം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പേപ്പറിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു സമ്മറി നിങ്ങൾക്ക് തരാൻ വേണ്ടി, ചെറിയൊരു ബ്രീഫ് സമ്മറി നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് കാണുക, ഇതിനകത്തുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. നമ്മൾ ഇനിയിപ്പോൾ മുന്നോട്ടുള്ള ഓരോരോ വീഡിയോകളിൽ നമ്മളിത് ഓരോ യൂണിറ്റ് വൈസ് ആയിട്ട്, അതുപോലെ തന്നെ യൂണിറ്റുകളിലെ ടോപ്പിക്കുകൾ, ഓരോരോ ടോപ്പിക്കുകളും നമ്മൾ മെയിനായിട്ടുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ ഇനി മുന്നോട്ട് വരുന്ന ഓരോരോ വീഡിയോകളിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട്, ഇനിയിപ്പോൾ ഈ ഒരു പേപ്പറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചോദിക്കാം. സോ നിങ്ങളും ഈ ഒരു വീഡിയോടൊപ്പം തന്നെ സിലബസും കാര്യങ്ങളും നന്നായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഇനി മുന്നോട്ടുള്ള ഓരോ വീഡിയോകളിൽ നമുക്ക് ഇനിയും മുന്നോട്ട് കാണാം, ഓരോ ടോപ്പിക്സ് പരിചയപ്പെടാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ചോദിക്കുക. അതിന് വേണ്ടുന്നതായിട്ടുള്ള ഡൗട്ട് ക്ലിയർ ചെയ്ത് തരിക എന്നുള്ളത് എൻ്റെ മെയിനായിട്ടുള്ള ഒരു കടമയാണ്. ഞാനത് ഉറപ്പായിട്ടും ചെയ്തിരിക്കും. ഞാനും മെയിനായിട്ട് നിങ്ങളെ ഇപ്പം ഇതിൻ്റെ ഒരു ബേസ് ഉള്ളവർ കാണും, ഇല്ലാത്തവർ കാണും. എല്ലാവർക്കും, രണ്ട് കൂട്ടർക്കും പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഓരോ കോൺസെപ്റ്റുകൾ, അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കുകളും നിങ്ങളിലേക്ക് കൺവേ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ആ ഓരോ ടോപ്പിക്സും മനസ്സിലാക്കി എടുക്കാം. നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു നല്ലൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക്
എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഐഡിയ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു എക്സാം വ്യൂ പോയിന്റിൽ അതിന് നല്ലൊരു ആൻസറിങ് നിങ്ങൾക്ക് ഓരോ ചോദ്യത്തിന് ആ ഒരു ചോദ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം മുന്നോട്ടുള്ള വീഡിയോകൾ നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും താങ്ക് യു. വീഡിയോ കണ്ടതിന് നന്ദി. അതുപോലെ തന്നെ ഇനി മുന്നോട്ടുള്ള വീഡിയോകളിൽ കാണാം. താങ്ക് യു. ഓക്കെ.